ആപ്കി അദാലത്തിൽ സിംഗറും കമ്പോസറുമായ കൈലാഷ് ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു അവസരവാദിയാണ് എന്നുള്ളതാണ്. കൈലാഷ് സാർ, ഇപ്പോൾ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. കഴിവുള്ള വ്യക്തിയാണ്, ശക്തിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ പ്രശംസിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും താങ്കൾ വിടുന്നില്ലല്ലോ. അതായത് രജത് സർ, ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്നാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് 18 വർഷങ്ങളായതേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും പ്രശംസിക്കാറുണ്ട്. എൻ്റെ കണ്ണിൽ നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ പ്രശംസിക്കാൻ മടിക്കാറില്ല. പഴയ ആളുകളെപ്പോലും ഞാൻ ഒരുപാട് പ്രശംസിക്കാറുണ്ട്. കാരണം പഴയ ആളുകളും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോയവരാണ്. പക്ഷേ മുന്നേ നടക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോഴാണ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സർ. അതായത് ഞാൻ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് വികാരാധീനനായി, ഇമോഷണലായിട്ട്, അതാണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കാണുക. എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇനിയും 2 ദശാബ്ദങ്ങൾ പോലും ആയിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടാവാം എൻ്റെ ഇൻ്റർവ്യൂകൾ തന്നെ നോക്കിയാൽ ഒരു 4-5 വർഷമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു താങ്കൾക്ക് വളരെയധികം ഇഷ്ടമാണോ? എനിക്കൊരുപാട് ഇഷ്ടമാണ്. വളരെ ആഴമുള്ള ഒരു ആത്മാവാണ്. ഇതിനു മുന്നേ നമ്മളുടെ സനാതനത്തിന്, നമ്മുടെ സന്യാസിമാർക്ക്, നമ്മുടെ മഹാന്മാർക്ക് എത്രമാത്രം പരിഗണനയും ബഹുമാനവും, അതിലും പ്രത്യേകിച്ച് മഹാന്മാർക്ക് വളരെ കുറച്ചേ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ തീർത്ഥാടന സ്ഥലങ്ങൾക്ക്, നമ്മുടെ സംസ്കാരത്തിന്റെ എല്ലാ അടയാളങ്ങൾക്കും അതിൻ്റെതായ ബഹുമാനവും നിലയും വിലയും താങ്കളുടെ റിയാക്ഷൻ വളരെ വ്യത്യസ്തമാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ സൈഡിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ആ സൈഡിൽ താങ്കൾ ഒരു പാട്ടുണ്ടാക്കി. അതിൽ നമ്മളുടെ സേനകളുടെ ധൈര്യം, നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ മഹത്വം, സംസ്കാരം, നമ്മുടെ നാടിന്റെ എല്ലാ ഗ്ലോറികളെയും ഞാൻ പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇതും പാടിയേ തീരും. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. മഹാകുംഭമേളയുടെ സമയത്തും താങ്കൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പാട്ട് സൃഷ്ടിച്ചു. അതായത് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോജക്ട്സ്, എനിക്ക് അതിലൂടെ ഫീസും കിട്ടുന്നുണ്ട്. അതായത് പണം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പണികളും പെട്ടെന്ന് തീർക്കണമല്ലോ. ഡൽഹി നിയമസഭാ ഇലക്ഷനിൽ BJP ജയിച്ച സമയത്ത് അപ്പോഴും താങ്കൾ ഒരു പാട്ട് എഴുതി, ആപ്കാ ഗാന്ധേന്ന്. അതെ. അതായത് ചില മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയുള്ളതാണെന്ന് നോക്കുകയാണെങ്കിൽ, ഞാനൊരു ഡൽഹിക്കാരനായതുകൊണ്ട് ഡൽഹിയുടെ മോശം മുഖവും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല മുഖവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് അറിയാതെ പുറത്തു വരും. ഒരു കലാകാരന്റെ കടമയാണിത്. അവൻ എപ്പോഴും ഒരുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ ചെയ്യാതെ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഒരു കലാകാരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്റർടൈൻ ചെയ്യിക്കുന്നവൻ എന്ന് മാത്രമല്ല, തിരിച്ചറിവുള്ളവനാവണം. മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കണം. 2011 താങ്കൾ കേജ്രിവാളിനെ പ്രശംസിച്ച് പാടിയിരുന്നു, എഹേര ഗുജേക്കാന്ന്. അതെ, അത് ഞാൻ അദ്ദേഹത്തെ പ്രശംസിച്ച് പാടിയതല്ല സാർ. അത് ഞാൻ അണ്ണാ ഹസാരെ സാറിന് വേണ്ടി പാടിയതാ. അതങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുള്ളൂ. അംബർ തക് യഹീനാഥ് ഗുജേഗ. ഈ പാട്ട് ഞാനന്ന് അണ്ണാ ഹസാരെ സാറിന് വേണ്ടി പാടിയതാണ്. അന്ന് എനിക്ക് അദ്ദേഹം ആരാന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങളൊരു പേര് പറഞ്ഞില്ലേ, അദ്ദേഹം ആരാന്ന് എനിക്ക് അറിയില്ല. പക്ഷേ 2017 താങ്കൾ ഒരു അതിശയം നടത്തി. 2017 ഉത്തർപ്രദേശിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് താങ്കൾ മായാവതിക്ക് വേണ്ടി ഒരു പാട്ടുപാടി. അതിൽ അവരെ താങ്കൾ ദേവിന്ന് പ്രശംസിച്ചു. മറ്റൊന്ന് അഖിലേഷിന് വേണ്ടി താങ്കൾ പാടി, ധടക് ധടക് അഖിലേഷ് എന്ന് പറഞ്ഞു. മൂന്നാമതായി യോഗി ആദിത്യനാഥിന് വേണ്ടി പാടി, റൌഡികളുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടിത്തന്ന യോഗിന്ന്. അതായത് ഒരു പാട്ടുകാരൻ 3 പേർക്ക് വേണ്ടി പാടിയിരിക്കുന്നു. അതായത് സാർ, താമരയും പിടിച്ചുകൊണ്ട് സൈക്കിളിലും കയറി ആനയുടെ മുകളിലും കയറി. കോൺഗ്രസിന് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട് സാർ. അത് ശരി. ഞാൻ 4 പേർക്ക് വേണ്ടിയും പാടിയിട്ടുണ്ട് സാർ. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കാര്യം നടന്നു. എല്ലാം റിലീസായത് ഒരേ സമയത്താണ്, പക്ഷെ പാടിയത് വേറെ വേറെ സമയങ്ങളിലും. അതുകൊണ്ട് നിങ്ങളിപ്പോ ആദ്യം ഒരു പേര് പറഞ്ഞിരുന്നില്ലേ, അത് ഞാൻ എൻ്റെ കരിയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ പാടിയിരുന്നതാണ്. ആ സമയത്ത് എനിക്ക് കാണുന്ന എല്ലാവരെയും ദൈവത്തെ പോലെയാണ് തോന്നുക. തുടക്കകാലത്ത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ സാർ. പോകെ പോകെ നമുക്ക് പലരിൽ നിന്നും പലതും പഠിക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു വ്യക്തമായ ഐഡിയ കിട്ടുക. എന്ത് ജോലി ചെയ്യണം, എങ്ങനെയൊക്കെ അത് ചെയ്യണം, എത്രമാത്രം പേയ്മെന്റ് ഡിമാൻഡ് ചെയ്യണം. അതിനുശേഷമാണ് ഈ സഡക് സഡക് പാട്ടൊക്കെ ഞാൻ പാടിയത്. 2013-ലോ 12-ലോ ആണ് ഞാൻ ഈ പാട്ട് പാടിയത്. സഡക് സഡക്, ധടക് ധടക്, സഡക് സഡക്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഈ യോഗിജിയുടെ വർക്കുകളൊക്കെ വന്നു. ആ സമയത്ത് നോക്കിയാ അന്ന് ഞാൻ പാടിയിരുന്ന ഒട്ടുമിക്ക പാട്ടുകളും ഒരേ സമയത്ത് തന്നെ റിലീസ് ചെയ്തു.
അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും, ആഹാ, ഈ ഗായകൻ 4 പേരെയും സപ്പോർട്ട് ചെയ്ത് പാടിയിരിക്കുകയാണല്ലോ. ഇതാണ് സംഭവിച്ചത്. ഞാനതൊക്കെ വേറെ വേറെ സമയങ്ങളിൽ പാടിയ പാട്ടുകളാണ്. മോദിജിയുടെ 75ാമത്തെ പിറന്നാൾ ഇപ്പം വരാൻ പോകുന്നു. താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടോ? 2017-ൽ അഹമ്മദാബാദിൽ വെച്ച് ഒരു ഷോ നടന്നിരുന്നു. ആ ഷോ നടത്തിയ ആൾ ആരാണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഹോം മിനിസ്റ്റർ, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം, ഹർഷൻ അതെ, സാങ്വിജി. ഹർഷൻ. അന്ന് അദ്ദേഹത്തിന്റെ 67th ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ. സോ അന്ന് 67 അടിയുള്ള ഒരു കേക്ക് റെഡിയാക്കി. ഇങ്ങനെയൊക്കെ ബ്രഹ്മാണ്ഡമായിട്ടാണ് ആ പരിപാടി നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് എന്റെ കോൺസെർട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു പാട്ട് കേട്ടു. हैप्पी बर्थडे टू यू सुनीता. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ഈ പിറന്നാൾ ഗാനം, ഏതോ ഒരു പടത്തിൽ റിലീസായ ഒരു പാട്ട്, ആ സമയത്ത് വേറെ അതിനെപ്പറ്റി വലിയ അവയർനെസ് ഒന്നും ഇല്ല. ഏതെങ്കിലും ഒരു ഗായകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാകാരനോ ഒരു പിറന്നാൾ ഗാനം സിനിമാ ഗാനത്തിൽ നിന്നല്ലാതെ സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ സാറിന്റെ 70ാമത്തെ പിറന്നാളിന് ഒരു പുതിയ പാട്ടുണ്ടാക്കി, ഒരു പിറന്നാൾ ഗാനം, ശുഭ ജന്മദിനം. അത് കേട്ടിട്ട് അന്ന് സാറ് ട്വീറ്റൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം ഞാൻ മുന്നേ ചെയ്തു കഴിഞ്ഞു. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അത് സംസ്കൃതത്തിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്. പിന്നെ ഇനി വരാൻ അതുപോലെ പോകുന്ന, അടുത്ത ജൂലൈ 17 താങ്കളുടെയും പിറന്നാളല്ലേ? അതെ, താങ്കൾ ആ ദിവസത്തിന് വേണ്ടി എന്തെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടോ? അതായത് രജത് സാർ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഈ പിറന്നാൾ ദിവസം എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ യാഗം, പിന്നെ ഹോമം, ലഡ്ഡു ഇങ്ങനെ പങ്കുവെക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടത്. ഞാൻ പങ്കുവെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്, അല്ലാതെ അണയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ മുംബൈയിൽ പോയിരുന്നപ്പോൾ അന്ന് ഞാൻ ഇന്ത്യൻ ഐഡലിൽ ജഡ്ജായിരുന്നു 2008-2009 സമയത്ത്. അവിടെ വെച്ച് എനിക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി, അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസായിട്ട് അവർ കേക്കൊക്കെ എടുത്ത് എൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്നു. മെഴുകുതിരി, അതായത് ക്യാൻഡിൽ, അത് കത്തിച്ചിട്ട് ഊതാൻ പറഞ്ഞു, കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ വന്ന എല്ലാവരും കൂടെ ചേർന്ന് ആ നാടകം നടത്തി. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഒരു ചിന്ത വന്നത്, അല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ ട്രഡീഷനിൽ തന്നെ നിലനിൽക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നു, പുതിയ ടാലൻറ്റുകൾ ലോഞ്ച് ചെയ്യുന്നു. ഇന്ത്യയിൽ ഗായകർ എപ്പോഴും ഗായകരായിട്ട് തന്നെ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ കുറച്ച് ഭ്രാന്തുള്ള കൂട്ടത്തിലായതുകൊണ്ട് കുറച്ച് പിടിവാശിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിറന്നാളിൻ്റെ അന്ന് മുഴുവൻ ഇന്ത്യയിലും എല്ലായിടത്തും ഞാൻ ഒരുപാട് തേടി കണ്ടുപിടിച്ച് അവരെ ഞാൻ പിന്നീട് ഗ്രൂമിങ് ചെയ്യും. എൻ്റെ പിറന്നാൾ ദിവസങ്ങളിൽ ഞാൻ ഇതാണ് ചെയ്യാറ്. പുതിയ പറവ എന്ന പേരിൽ എൻ്റെ ഈ പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രജത് സർ. വളരെ വലിയൊരു ഓഡിറ്റോറിയം തന്നെ ഞാൻ ഇതിനുവേണ്ടി ഹയർ ചെയ്യും. പല സമയവും സ്പോൺസേഴ്സിനൊന്നും കിട്ടാറില്ല. ഈ സമയത്തും കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് 50-60 ലക്ഷം ഇതിനു വേണ്ടി ചെലവ് ചെയ്യും. അതെ, പിന്നെ ഞാൻ രജത് സാറിനെ പോലെ, പണ്ഡിറ്റ് സാറിനെ പോലെയുള്ള വലിയ വലിയ ആളുകളെ ക്ഷണിക്കാറുണ്ട് ചീഫ് ഗസ്റ്റായിട്ട്. ചില സമയത്തൊക്കെ ഞാൻ മിനിസ്റ്റേഴ്സിനൊക്കെ വരുത്താറുണ്ട്. ആരാണോ അവൈലബിൾ ആയിരിക്കുന്നത്, ആരാണോ നമ്മളോട് താല്പര്യം കാണിക്കുന്നത്, അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മറ്റു സെലിബ്രിറ്റീസ്, അവരെയും ഞാൻ ക്ഷണിക്കാറുണ്ട്. ഒരു പുതിയ പാട്ടുകാരൻ, ഒരു പുതിയ സ്റ്റുഡൻറ് സംഗീതത്തിൻ്റെ, തൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കും. ഓഡിയൻസിൻ്റെ ഇടയിൽ അവൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടാവും. അവൻ സ്റ്റേജിലേക്ക് വരും. അവനിത് എത്ര വലിയൊരു അവസരമായിരിക്കും ഈ കിട്ടുന്നത്. അവൻ പാടുന്നത് കേൾക്കാൻ വേണ്ടി പത്മശ്രീ പ്രസൂൺ ജോഷിയെല്ലാം വന്നിട്ടുണ്ട്, അനുപം ഖേർ വന്നിട്ടുണ്ട്, സ്വാമി സിദ്ധാനന്ദ സരസ്വതി വന്നിട്ടുണ്ട്, നമ്മുടെ പത്മശ്രീ രജത് സാറും വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ സുന്ദരമായ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും എൻ്റെ പിറന്നാളിൻ്റെ അന്ന്. ഈ വർഷം പുതിയ പറവയുടെ 9ാമത്തെ വർഷമാണ്. സത്യത്തിൽ വളരെ നല്ല കാര്യമാണ് താങ്കൾ ചെയ്യുന്നത്. എല്ലാവരും താങ്കളുടെ പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കുകയാണെങ്കിൽ ഇതിലും നല്ല സാർ, കാര്യം ഇതിന് വേറെ എന്താ എങ്ങനെയാണ് ഉള്ളത്? സപ്പോർട്ട് കിട്ടുന്നതെന്ന് വെച്ചാ, ഈ പ്രകൃതിയുടെ ഒരു വരദാനം ഉണ്ടല്ലോ, നല്ല കാര്യം ചെയ്യാൻ നമ്മൾ ഒരു അടിയെടുത്ത് മുന്നോട്ട് വെച്ചാ ദൈവം നമുക്ക് 100 അടിയോളം മുന്നോട്ടുള്ള വഴി നമുക്ക് കാണിച്ചു തരും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് സ്വന്തം റെക്കോർഡിംഗ് കമ്പനിയുണ്ട്, കൈലാസ റെക്കോർഡിംഗ്, നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസും ഉണ്ട്. നമ്മൾ മുഴുവൻ ഷോയും പ്രൊഡ്യൂസ് ചെയ്യുന്നു, മുഴുവൻ വീഡിയോസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ഒരാളുമായിട്ട് നമ്മൾ ഒരു അഗ്രിമെന്റും ഒപ്പിടുന്ന പോലും ഇല്ല. അതുപോലെ ഇത് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നു. ഇത് നോക്കൂ, ആകെ ഠഗോ കി ബസ്തി ഹെ. आगे ठगों की बस्ती है, चुपचाप ठगे जाना, वहाँ डायन डसती है, खुद आप ढसे जाना, चाल चल मोहब्बतियाँ, अरे ओ उल्फतियाँ.
നമ്മുടെ മുന്നിലുള്ളത് തട്ടിപ്പുകാരുടെ കൂട്ടമാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. അതൊക്കെ നല്ല കാര്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യോഗി സാറിനെ പറ്റി മൂവി ഇറങ്ങാൻ പോകുന്നെന്ന് കേട്ടിരുന്നു. ആ മൂവിയിൽ ഒരു റോൾ താങ്കളാണോ ചെയ്യാൻ പോകുന്നത്? അത് സത്യമാണോ സാർ? താങ്കളെ കാണാൻ അദ്ദേഹത്തെ പോലെ ഉണ്ട്, അതുകൊണ്ടാ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാ, ഒരു തവണ ഞാൻ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ മിക്കയും പിന്നെ ഞാനും കോർട്ട് ജഡ്ജായിട്ടിരുന്നു. മിക്ക എൻ്റെ അടുത്ത് വന്നതിനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങൾ യോഗിജിയെ വെച്ച് ഒരു പടം എടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് എന്നോട് മൊട്ടയടിക്കാൻ പറഞ്ഞു. കാരണം യോഗിജിയുടെ വേഷം ഞാനാണ് അത്ര ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ കോമഡികൾ നടന്നുകൊണ്ടിരുന്നു. ഇതാരോ പേപ്പറിൽ കൊടുത്തു. ഈ കാര്യം പത്രത്തിൽ വന്നതിന് ശേഷം ഈ കാര്യം യോഗിജിയും അറിഞ്ഞു. യോഗിജി ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പറയാൻ തുടങ്ങി ഞാൻ കാണാനും യോഗിജിയെ പോലെ ഉണ്ട് എന്ന്. അതായത് ഞാൻ മൊട്ടയടിക്കുകയാണെങ്കിൽ എന്നെപ്പറ്റി ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറയാറുണ്ട്, യോഗിജിയെ പോലെ ഉണ്ടെന്ന്. സാർ, താങ്കൾ ഇത്രയും കഷ്ടപ്പെട്ട് വിജയിച്ചു വന്നിട്ട് താങ്കൾ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടി താങ്കൾക്കൊരു 2 വരി പറയാൻ പറ്റുമോ സാർ? പാട്ടുകളിലൂടെയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാനാണെങ്കിലോ താങ്കൾ എന്ത് മെസ്സേജ് ആയിരിക്കും കൊടുക്കുക? എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നിറയെ ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. इश्क जुनू जब हद से बढ़ जाए, हंसते हंसते आशिक सूली चढ़ जाए, जब इश्क का जादू सर चढ़ कर बोले, खूब लगा लो पहरे रस्ते रब खोले, यही इश्क दी मर्जी है, यही रब दी मर्जी है, तेरे बिन जीना कैसा हाँ खुद गर्जी है, तूने क्या कर डाला मर गई मैं मिट गई मैं हो जी, हाँ जी हो गई मैं तेरी दीवानी. ഞങ്ങൾ 4 വർഷങ്ങൾക്ക് മുന്നേ കാർഗിൽ പോയിരുന്നു. ഒരു 3-4 വർഷമായി കാണും. ജൂലൈ 24-നാണ് ഞങ്ങൾ പോയത്, കാർഗിൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ദിവസം. അന്ന് ഞങ്ങൾ അവിടെ പോയി. അന്ന് അവിടെ ആസാം റൈഫിൾസിലെ ഒരു ഓഫീസറിനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു. അദ്ദേഹത്തിന് ടൈഗർ ഹില്ലിൻ്റെ മേലെ ഒരു വീടുണ്ടായിരുന്നു താമസിക്കാൻ. അദ്ദേഹം തൻ്റെ ബേസിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാതിൽ ഒരു ഭാഗത്ത് ഹെഡ്ഫോൺ ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം ഈ ഒരു പാട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്, തേരി ദീവാനി. അതായത് उन्नतिशील देश नहीं होता धन के भरे खजानों से, उन्नतिशील देश नहीं होता टैंक तोप विमानों से, उन्नतिशील देश नहीं होता खंदक और खदानों से, उन्नतिशील देश होता है उन्नतिशील नौजवानों से. ഒരു രാജ്യത്തെ യുവാക്കൾക്ക് ആ രാജ്യത്തോട്, ആ രാജ്യത്തെ സംസ്കാരത്തോട്, അതായത് കൾച്ചറിനോട്, അവിടുത്തെ ഭാഷകളോട്, നമ്മുടെ പൈതൃകത്തിനോട് ആദരവ്, അതല്ലെങ്കിൽ സമർപ്പണം ഉണ്ടെങ്കിൽ ആ രാജ്യം മഹത്തരമായി തീരുമെന്ന് പറയാം. ഞാൻ ഇടയ്ക്കിടെ ഒരു കാര്യം പറയാറുണ്ട്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുവോ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്നുവോ, അപ്പോൾ നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വരുന്നവരുടെയും പോകുന്നവരുടെയും ഒന്നും ഒരു കണക്കും ശരിക്കും ഉണ്ടാവത്തില്ല. ഇതാണ് യുവാക്കളോടുള്ള എൻ്റെ മെസ്സേജ്.